അടുത്തതായിട്ട് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ പ്രസിഡന്റ് ജോസ് കെ ജോണിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബേബി മാത്യു സോമതീരം, അദ്ദേഹത്തെ പറ്റി എല്ലാവരും ഇവിടെ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ആദ്യമേ തന്നെ എല്ലാവരുടെയും പേരിലുള്ള അനുമോദനം ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ 6 റീജിയനിലായിട്ട് 60 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ സംഘടന, അതിൻ്റെ ഒരു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതനുസരിച്ച് നമുക്കിവിടെയാണെങ്കിൽ അമേരിക്കയിൽ ഫോമയുണ്ട്, ഫൊക്കാനയുണ്ട്, അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ. നമ്മൾ ഇവിടെ അമേരിക്ക അല്ലെ കാനഡ, ഈ റീജിയനിൽ മാത്രം നമ്മുടെ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ഇത് ഞാൻ കേട്ടിടത്തോളം ഇത് 60 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന മലയാളികൾ എല്ലാവരുടെയും വലിയ സംഘടന. അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് കേട്ടു. 25ഓളം വീടുകൾ വയ്ക്കുന്നു. അതുപോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട്ടിലാണെങ്കിലും നമ്മുടെ സമൂഹങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാ നല്ല പ്രവർത്തികൾക്കും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. എന്നെ ഇവിടെ അധികം ഒരു നീണ്ട പ്രസംഗത്തിനുള്ള സമയമില്ല എങ്കിലും ഇവിടെ ഇരിക്കുന്ന ഒരു 90% ആളുകളും മലയാളി അസോസിയേഷനിലെ അംഗങ്ങളാണ്. അതിനു മുമ്പ് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഹ്യൂസ്റ്റനിലേക്ക് കടന്നു വന്ന മാധ്യമ ലോകത്തെ വിഷ്വൽ മീഡിയയിലെ സൂപ്പർ ലേഡി എന്ന് പറയാവുന്ന നമ്മുടെ സുജയ പാർവതിയെ ഹ്യൂസ്റ്റനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മൾ പല പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ചെറുമേൽ അച്ഛൻ, കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ഒരു സന്തോഷ വാർത്തയുണ്ട് മലയാളി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം. സുജയ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് അമേരിക്കയുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല അസോസിയേഷനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ ആണെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷക്കാലം ഈ ഹ്യൂസ്റ്റനിൽ മലയാളികൾക്കും നമ്മുടെ മറ്റ് എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘടന, നോർത്ത് അമേരിക്കയിലെ തന്നെ അംഗബലം കൊണ്ട് ഏറ്റവും വലിയ സംഘടന. ഇതിന് ഇങ്ങനെയൊരു അംഗീകാരം കിട്ടിയതിൽ എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും ഈ അവാർഡ് ഓരോ മലയാളികൾക്കും ഞാനിത് ഇവിടെ പങ്കുവെക്കുകയാണ്. ഇനി നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ് എങ്കിലും ഒരിക്കൽ കൂടി ഈ ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട SK അംഗങ്ങളോടും മറ്റ് ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വേൾഡ് മലയാളി കൗൺസിലിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ പ്രസിഡന്റ് ജോസ് കെ ജോണോട് നന്ദി അർപ്പിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർപ്പിക്കുന്നത്, നമ്മുടെ പരിപാടി ഡിന്നർ വിൽ ബി സെർവ്ഡ് ആൻഡ് ദെൻ സോ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെക്സ്റ്റ് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ പ്രസിഡന്റ് സുബിൻ ബാലകൃഷ്ണനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. WMCയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച പൊന്നു ചേച്ചിയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അതിഥികളെയും കാണാൻ സാധിച്ചതിനും കൂടെ തന്നെ പ്രിയപ്പെട്ടവരായ എൻ്റെ ഹ്യൂസ്റ്റണിലെ എല്ലാ സുഹൃത്തുക്കളോടും അത് തന്നെ നന്ദി പറയുന്നു. ഈ ഒരു WMC എന്നുള്ള ഈ ഓർഗനൈസേഷൻ കേട്ടിടത്തോളം 50 വർഷത്തിലധികമായി നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അതിൻ്റെ സംഘാടക, അതിൻ്റെ സ്ഥാപക നട്ടിലുകളായ എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ടർ ബോർഡിലും കാര്യങ്ങളും പ്രവർത്തിച്ചു വരുന്ന SK അങ്കിളിനെ പോലുള്ള പില്ലേഴ്സ്,
അല്ലെങ്കിൽ പൊന്നു ചേച്ചി പോലുള്ള പില്ലേഴ്സ് എല്ലാവരോടും തന്നെ അവർ ആക്ച്വലി ദേ ഡിസേർവ് എ ബിഗ് അപ്ലോസ്. സോ നല്ലൊരു കയ്യടിയായിട്ട് അവർക്ക് വേണ്ടി. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും മലയാളികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് WMC. അതുപോലെ തന്നെ MAG, ഒരുപാട് ഓർഗനൈസേഷൻ നമുക്ക് ഹ്യൂസ്റ്റണിലും അറിയാം. ഇനിയും നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ലോകമെമ്പാടും, ഹ്യൂസ്റ്റണിൽ മാത്രമല്ല അമേരിക്കയിലുടനീളം IT ആവട്ടെ, മെഡിക്കൽ ഫീൽഡിലാവട്ടെ, വരുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി നിലകൊള്ളാൻ സാധിക്കട്ടെ. ഇനിയും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.